അപ്പോൾ നമുക്ക് നല്ല നാടൻ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ 1/4 പീസൊക്കെ ചെറുതായിട്ട് ഈ രീതിക്കൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലാണ് മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് 20 വെളുത്തുള്ളി തൊലിയോടുകൂടിയാണ് നന്നായി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കളർ ഉണ്ടാവും. അതുപോലെ തന്നെ 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കറുകപ്പട്ട കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മുളക് പൊടിയായിട്ട് 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 1 കൈപ്പിടി മല്ലിയില. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പുളിയുള്ള തൈര് ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ പുളി കുറഞ്ഞ തൈരാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ആദ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് അരഞ്ഞ് കിട്ടിയില്ലാതായപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് നല്ല പുളി ആയതുകൊണ്ടാണ് പകുതി നാരങ്ങയുടെ നീര് ചേർത്തത്. ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം മാഗ്നേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ആ വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ഓവറായിട്ടുള്ള മസാലയാണെന്ന്. പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് ഓവറായിട്ടൊന്നും അല്ല. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ പൊരിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് ആ പൊരിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ നേരം ഞാനൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഓവർനൈറ്റൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അരമണിക്കൂർ നേരം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നന്നായിട്ട് തണുത്ത് എല്ലാ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ട് 2-3 പ്രാവശ്യം ഇടയ്ക്കൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ട ഉടനെ ഒന്നും ഇളക്കരുത്. ഒരു ഭാഗം ഒന്നായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് മസാലയും ആ എണ്ണയിലേക്ക് പോകും. അപ്പോൾ ചിക്കൻ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈയിലേക്ക് കളറൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ പോലും നല്ല കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കാശ്മീരി റെഡ് ചില്ലി പൗഡറും അതുപോലെ തന്നെ കാശ്മീരി മുളകൊക്കെ നമ്മൾ അരച്ച് ചേർത്തതിൻ്റെയൊക്കെ ഒരു കളറാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇനി അടുത്ത ചിക്കന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാല ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ രണ്ടാമത്തതും ആയിട്ടുണ്ട്. അത് ഞാൻ കോരി മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് മസാല ബാക്കി വരുന്ന മസാലയാണ്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അസാധ്യ രുചിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. തട്ടുകടയിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. എനിക്ക് തോന്നുന്നു തട്ടുകടയിലേക്കാളും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നത്തെയും പോലെ നല്ല വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.